ബഹുമാനപ്പെട്ട ഗവർണറെ തടസ്സപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്താനും SFIയുടെ ഭാഗത്തു നിന്ന് വലിയ സമരമുണ്ടായി. ആ പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ആ സമരം ഉണ്ടായത്. പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കി പോലീസ് കാവൽ നിൽക്കുന്ന സമയത്താണ് SFIയുടെ സമരക്കാര് ആ സർവകലാശാലയുടെ ഗേറ്റ് മറികടന്ന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന വേദിക്ക് അരികെ വരെ എത്തിയത്. ഇത് അങ്ങേയറ്റം സുരക്ഷാ വീഴ്ച ഉണ്ടായ ഒരു സംഗതിയാണ്. ആ സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങ് വിജയിച്ചു. അപ്പൊ അതിൽ ഉള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അമർഷമോ അതിന്റെ പകയോ വീട്ടിയതാകാം കാര്യവട്ടത്തെ ഈ പറയുന്ന വേദാന്ത സ്റ്റഡി സെന്ററിന് നേരെ നടന്ന അക്രമം എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. സർവകലാശാലയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കാനുള്ള പരിശ്രമവും ഉണ്ടാകണം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്നത്. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതിനെ തുടർന്ന് നിരവധി SFI പ്രവർത്തകർ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം കാര്യവട്ടം ക്യാമ്പസിലെ വേദാന്ത പഠന കേന്ദ്രം അടിച്ചു തകർക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. അതായത് അത് അടിച്ചു തകർത്ത ഒരു സംഭവമുണ്ടായി. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായ PS ഗോപകുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഗവർണറുടെ സന്ദർശനത്തിന് പിന്നാലെ സ്വരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ വേദാന്ത പഠന കേന്ദ്രം ആക്രമിച്ച വാർത്തയും പുറത്തു വരുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കാര്യവട്ടം ക്യാമ്പസിലെ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ വേദാന്ത സ്റ്റഡി സെന്ററിന് നേരെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒന്നാണ്. ഇതിനോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു സംഗതി, കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തലവനായിട്ടുള്ള മേധാവിയായിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരി ടീച്ചർ തന്നെയാണ് ഈ വേദാന്ത സ്റ്റഡി സെന്ററിൻ്റെയും ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ഒരു 3 ദിവസത്തെ സെമിനാർ പാളയത്ത് നടന്നു വരുന്നത്. പാളയം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹൗസിൽ നടന്നു വരുന്നത്. ഈ 3 ദിവസ സെമിനാറിൻ്റെ ഉദ്ഘാടനത്തിന് കേരളത്തിലെ സർവകലാശാലകളുടെ അല്ലെങ്കിൽ സംസ്ഥാന സർവകലാശാലകളുടെ ബഹുമാന്യനായിട്ടുള്ള ചാൻസലർ കൂടിയായിട്ടുള്ള ആരാധ്യനായ കേരള ഗവർണറാണ് എത്തിയത്. അപ്പോൾ ഈ കേരള ഗവർണറുടെ സർവകലാശാലയിലെ സന്ദർശനം പരാജയപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടക്കം നേതൃത്വത്തിലുണ്ടായിരുന്നു. അവരെ ഈ പരിപാടി ബഹിഷ്കരിച്ച് മാറി നിന്നു. അപ്പോൾ അതിന് ഉദ്ഘാടന ചടങ്ങിന് എത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഗവർണറെ തടസ്സപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്താനും SFIയുടെ ഭാഗത്തു നിന്ന് വലിയ സമരമുണ്ടായി. ആ പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ആ സമരം ഉണ്ടായത്. യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് എല്ലാവിധ സന്നാഹങ്ങളോടും പഴുതടച്ച സുരക്ഷ ഒഴിവാക്കി അല്ലെങ്കിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കി പോലീസ് കാവൽ നിൽക്കുന്ന സമയത്താണ് SFIയുടെ സമരക്കാര് ആ സർവകലാശാലയുടെ ഗേറ്റ് മറികടന്ന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന വേദിക്ക് അരികെ വരെ എത്തിയത്. ഇത് അങ്ങേയറ്റം സുരക്ഷാ വീഴ്ച ഉണ്ടായ ഒരു സംഗതിയാണ്. പോലീസ് ഈ കാര്യത്തിൽ കൈക്കൊണ്ട നടപടി നാമമാത്രമാണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് വലിയ അക്കാഡമിക് താല്പര്യമുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി ആ സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങ് വിജയിച്ചു. അപ്പോൾ അതിൽ ഉള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അമർഷമോ അതിന്റെ പകയോ വീട്ടിയതാകാം കാര്യവട്ടത്തെ ഈ പറയുന്ന വേദാന്ത സ്റ്റഡി സെന്ററിന് നേരെ നടന്ന അക്രമം എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഈ കാര്യത്തിലെ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകണം. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒപ്പം സർവകലാശാലയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കാനുള്ള പരിശ്രമവും ഉണ്ടാകണം എന്നാണ് സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. അന്ന് നടന്ന SFIയുടെ പ്രതിഷേധത്തിൽ പോലീസും SFIക്കാരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉയർന്നു വരുന്നുണ്ട്. കാരണം ആ ഗേറ്റിന് മുൻവശത്ത് പോലീസ് പ്രതിരോധം തീർത്തു എങ്കിലും അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് SFIക്കാർ ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തെ ഭരണത്തലവൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ സന്ദർശനം പഴുതടച്ച സുരക്ഷയിൽ നടത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വിട്ടുനിൽക്കുകയുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇതിനോട് സഹകരിക്കുന്നില്ല, അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസിന് അറിയാം. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിന്റെ അന്തരീക്ഷം നിൽക്കുന്ന സമയത്ത് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ബാധ്യതയുള്ള പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതിൻ്റെ തെളിവാണ് ഇത്രയും വലിയ സന്നാഹങ്ങളോടുകൂടി പോലീസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെ ഈ പ്രതിഷേധക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് അടുത്തേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വ കുറവ് തന്നെയാണ്
സുരക്ഷാ വീഴ്ചയിൽ പോലീസാണ് ഉത്തരവാദി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സർവകലാശാലയിൽ ഗവർണർ എത്തിയതിന്റെ പകയിലാണ് ഇത്തരത്തിൽ വേദാന്ത പഠന കേന്ദ്രം അടിച്ചു തകർത്തത് എന്നതാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.